ഈ പറഞ്ഞതുപോലെ ഇനി കാക്കകൾ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. ചില വീടുകളിൽ ഒന്നോ രണ്ടോ കാക്കകൾ വരും, അല്ലെങ്കിൽ ഒരു കാക്ക സ്ഥിരം വരുന്ന വീടുകൾ കാണാം. ഒരു കാക്ക സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെയാണ് വരുന്നത്, ഒരു സംശയം വേണ്ട അതിനകത്ത്. ആ കാക്ക എന്താണ്, നിങ്ങളുടെ പ്രോസ്പെരിറ്റി കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഒരു വളർച്ച സംഭവിക്കാൻ പോവുകയാണെന്ന് കാണിക്കുന്നതാണ്. ഒരു സിംഗിൾ കാക്ക മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബലിക്കാക്കയാകാം, ബലിക്കാക്കയെ കണ്ടാൽ അറിയാമല്ലോ, അല്ല സാധാ കാക്കകളാകാം. അപ്പോൾ ഇവർ ഒരു പ്രതീകമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൂചനയുമായിട്ടാണ് വരുന്നത്. എന്താ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. ഇത് എല്ലാം സൂചനയാണ്. 3 കാക്കകൾ വരും, 2 അല്ല 3 കാക്കകൾ ഒരുമിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ വിവാഹത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 3 കാക്കകൾ ഒരുമിച്ച് വരികയാണ് വിവാഹത്തെ സൂചിപ്പിക്കുന്നത്. ആ വീട്ടിലൊരു മംഗളകർമ്മം, വിവാഹമാകാം, ഒരു പ്രസവമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മംഗളകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നടക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജോലി കിട്ടാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു മംഗളകരമായിട്ടുള്ള കാര്യത്തെയാണ് 3 കാക്കകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കാണുന്നത്. അതിൽ 2 കാക്കകൾ അവർ ഇണചേരുന്നത് കാണാൻ ഭാഗ്യമുണ്ടായി കഴിഞ്ഞാൽ, നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ചേഞ്ചിങ്ങാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് മാറാൻ പോവാം. ഭയങ്കര ഒരു അർത്ഥമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അറിയുന്നു. പക്ഷെ കൂട്ടമായിട്ടാണ് വരുന്നതെങ്കിൽ നല്ലതാണ്. ഇവർ കൂട്ടമായിട്ട് വന്നിട്ട് വെറുതെ ഇരുന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപത്തുകൾ തട്ടി ഒഴിഞ്ഞിട്ടില്ല, വന്നുകൊണ്ടിരിക്കുക, വരാൻ പോവുക, വന്നുകൊണ്ടിരിക്കുക. അതിന് മുമ്പേ വന്ന് നമ്മളെ സൂചിപ്പിക്കുക, വരാൻ പോകുന്നു. കൂട്ടമായിട്ട് കിടന്ന് തല്ലും പിടിയും കൂടുന്നതാണ് കാണുന്നതെങ്കിൽ വീടിൻ്റെ വടക്ക് വശത്തോ കിഴക്ക് വശത്തോ തെക്കോ പടിഞ്ഞാറോ തെക്കൊക്കെയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. മരണം നടക്കുന്നൊരു സൂചനയാണ് തെക്ക് വശത്തിരുന്ന് കൂട്ടമായിട്ട് ചലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുവാ ചെയ്യുന്നത്? ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതീകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നു. പ്രതിവിധി എന്താണ്?